Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. Calicut University third semester BCom ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിലെ ഫസ്റ്റ് മൊഡ്യൂൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഫിനിഷ് ചെയ്തു. സോ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. സോ നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെയും കണ്ടിന്യൂഷൻ വരാണ്. ബിക്കോസ് അവിടെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിനെ പറ്റിയിട്ട്? ഒരു കമ്പനിക്ക് ക്യാപിറ്റൽ വേണം, പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക്. സോ അതിന് വേണ്ടിയിട്ട് രണ്ട് സോഴ്സിനെ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. ഡിബഞ്ചേഴ്സ് ആവട്ടെ ഷെയർസ് ആവട്ടെ, ഏത് സോഴ്സിനെ വേണമെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. So shares issue നടത്തി ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആർ ദി ഓണേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓൺ ദി അതർ ഹാൻഡ് ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ നടത്തിയിട്ട് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഡിബഞ്ചേഴ്സ് ആർ ക്രെഡിറ്റേഴ്സ് ആണ്. സോ ഇങ്ങനെ എക്സ്റ്റേണൽ ഇക്വിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യാം, ഇന്റേണൽ ഓണേഴ്സ് ഇക്വിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യാം. സോ അതിൽ ഷെയർസിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഡിബഞ്ചേഴ്സിലെ ഡിഫറെന്റ് ടൈപ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു റിഡംഷൻ ഓഫ് അല്ലെങ്കിൽ റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. സോ റെഡീമബിൾ ഡിബഞ്ചേഴ്സിന്റെ പെക്യുലാരിറ്റി ആണ് നമ്മൾ പഠിച്ചത്. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ആ ഡിബഞ്ചേഴ്സ് തിരിച്ച് കൊടുക്കണം. ലൈക്ക് ദാറ്റ് പ്രിഫറൻസ് ഷെയർസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. സോ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ആ ഒരു ടൈപ്പ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ മേടിച്ച എമൗണ്ട് തിരിച്ച് പേ ചെയ്യണം. സോ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ കണ്ട പോലെ തന്നെ വി ക്യാൻ ഡിപ്പെൻഡ് ഡിഫറെന്റ് സോഴ്സസ്. റിഡംഷന് വേണ്ടിയിട്ടുള്ള എമൗണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെന്റ് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. സോ അഗെയിൻ ഞാൻ ഒന്നുകൂടി പറയാണ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് മീൻസ് എന്താണ്? റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. റിഡംഷൻ മീൻസ് റീപേയ്മെന്റ് ആണ്. സോ ഒരു 4-5 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മൾ മേടിച്ച എമൗണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ മെത്തേഡ് ഫോളോ ചെയ്യാം, ഏതൊക്കെ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് റിഡംഷൻ നടത്താം. സോ നമുക്ക് 1 by 1 ആയിട്ട് പോവാം. സോ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഞാൻ പറഞ്ഞു, റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. സോ മെയിൻലി 3 മെത്തേഡ്സ്, 3 മെത്തേഡാണ് അവിടെ ഉള്ളത്. നമ്പർ 1, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് വേണ്ട എമൗണ്ടിന്, ഇപ്പോൾ നമുക്ക് റിഡംഷൻ നടത്താൻ വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 5 lakh rupees ആണെങ്കിൽ ഈ 5 lakh rupees നമുക്കൊരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് വേണ്ടത് എങ്കിൽ ആ 5 lakh rupees വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഫ്രഷ് ഇഷ്യൂ നടത്താം. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയർ വീണ്ടും ഇഷ്യൂ നടത്താം. ഇപ്പോൾ 5 ലക്ഷം രൂപയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന്റെ വില 10 രൂപയാണെങ്കിൽ നമുക്ക് ഒരു 50,000 ഷെയർസ് 10 രൂപയ്ക്ക് ഇഷ്യൂ നടത്തി 5 lakh rupees റേസ് ചെയ്യാം. ആ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് റിഡംഷൻ നടത്താൻ സാധിക്കും. സോ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ കണ്ട സെയിം മെത്തേഡാണ് ഇവിടെയും. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയർ ഇഷ്യൂ നടത്തി ആ കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ റിഡംഷൻ നടത്തുന്നു. ക്ലിയർ? അതാണ് നമ്പർ 1. നമ്പർ 2, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. റിഡംഷന് വേണ്ട ഫണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ ഈ 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് 5 lakh rupees എടുക്കുന്നു, കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓൾറെഡി റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ പഠിച്ച സെയിം കാര്യമാണ്. നമ്മൾ പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിഡംഷൻ നടത്തണമെങ്കിൽ ഡിബഞ്ചേഴ്സിന്റെ കേസിൽ ആ ഒരു ഈക്വൽ എമൗണ്ട് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. DRR ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് DRR അക്കൗണ്ടിലോട്ട് മാറ്റണം എന്ന് പഠിച്ചിട്ടായിരുന്നു. ലൈക്ക് ദാറ്റ് ഹിയർ നമ്മൾ പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിഡംഷൻ നടത്തണമെങ്കിൽ പ്രിഫറൻസ് ഷെയർസിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഈ സെയിം എമൗണ്ട്, ഇപ്പൊ 5 lakhs ആണ് നമ്മൾ റിഡംഷൻ നടത്താൻ വേണ്ടേ എങ്കിൽ ആ എമൗണ്ട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്, പ്രോഫിറ്റിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള എടുത്ത എമൗണ്ട് CRRലോട്ടാണ് ഇവിടെ മാറ്റുന്നവരാ. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സിന്റെ കേസിൽ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആണ്, CRR. സോ എത്രയാണോ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്നത് ആ ഈക്വൽ എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം. ക്ലിയർ? So that's about second point,
മൂവിംഗ് ടു ലാസ്റ്റ് വൺ, മൂന്നാമത്തെ മെത്തേഡ് ആയിട്ട് പറയുന്നത് റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അപ്പോ നമുക്ക് 5 lakh റിഡംഷന് വേണം എങ്കിൽ 5 lakhsലെ 2,50,000 rupees ഫ്രഷ് ഇഷ്യൂ നടത്തുന്നു. ബാലൻസ് 2,50,000 പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോ എന്താണ് പകുതി ടോട്ടൽ എമൗണ്ടിലെ പകുതി പ്രോഫിറ്റിൽ നിന്നും പകുതി ഫ്രഷ് ഇഷ്യൂനും ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ അതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ടു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ ആദ്യം പറയാനുള്ളത് റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. Mainly 3 methods we can follow for redemption of preference shares. Number 1, redemption out of fresh issue shares. Fresh issue നടത്തി ആ കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് റിഡംഷൻ നടത്താം. Then out of profit നിന്ന് എടുക്കാം. പ്രോഫിറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രയാണോ എടുക്കുന്നത് ആ ഈക്വൽ എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം, CRR-ലോട്ട് മാറ്റണം. Then മൂന്നാമതായിട്ട് 50-50 ആണ്, പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഇതാണ് 3 മെത്തേഡ് റിഡംഷന് വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആണ് എങ്കിൽ അതിന് റിഡംഷൻ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ പാർട്ട്ലി പെയ്ഡ് ആയിട്ടുള്ള ഷെയർസ് ആണെങ്കിൽ അതിനെ ആദ്യം ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയതിന് ശേഷം മാത്രമേ റിഡംഷനോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ മറക്കരുത് ആ പോയിന്റ്. റിഡംഷൻ നടത്തണമെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കണം. സോ പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയിരിക്കണം. ക്ലിയർ? അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി ഇതിന്റെ കൂടെ പറയാനുള്ള വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ അല്ലെങ്കിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ പഠിച്ചൊരു പോയിന്റ് ആണ്. നമുക്ക് തിരിച്ചു കൊടുക്കാം അല്ലെ, കടം മേടിച്ച പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാം. എങ്ങനെയൊക്കെ? പാറിൽ തിരിച്ചു കൊടുക്കാം, പ്രീമിയത്തിൽ തിരിച്ചു കൊടുക്കാം, സമ്മതിക്കും അല്ലെ? ഇപ്പോ 5 ലക്ഷം രൂപ മേടിച്ചു, അങ്ങനെയാണെങ്കിൽ തിരിച്ചു കൊടുക്കുമ്പോൾ either നമുക്ക് കറക്റ്റ് 5 lakhs കൊടുക്കാം, അല്ലെങ്കിൽ 5 lakhsനേക്കാൾ കൂടുതൽ കൊടുക്കാം. ഒരു കാരണവശാലും 5 lakhsനായിട്ട് കുറച്ച് കൊടുത്താൽ സമ്മതിക്കില്ലല്ലോ. അപ്പോ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 lakhs ഉള്ളത് 5 lakhs കൊടുക്കാം. അതിനെ പറയാം പാറിൽ തിരിച്ചു കൊടുക്കുന്നു, റിഡംഷൻ പാറിലാണ്. ഇനി പ്രീമിയത്തിലാവാം, 5 lakhs മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നത് 5,25,000 ആണ് എങ്കിൽ അവിടെ 25,000 rupees എന്ന് പറയുന്നത് എന്താ? അതിനെയാണ് പറയാ പ്രീമിയം ഓൺ റിഡംഷൻ. നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രീമിയം ഓൺ ഡിബഞ്ചേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. റിഡംഷൻ എന്താണ്, ഡിബഞ്ചേഴ്സിനെ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞ ആ സെയിം പോയിന്റ് ഇവിടെ വരും. എന്താണ് പോയിന്റ്? റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണെങ്കിൽ എത്രയാണോ നമുക്ക് പ്രീമിയം ആയിട്ട് വേണ്ട എമൗണ്ട്, ആ എമൗണ്ട് നമ്പർ 1 സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുത്തിട്ട് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ മാത്രമാണ് പ്രോഫിറ്റിനെയോ റിസർവിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുക. ലൈക്ക് ദാറ്റ് ഇവിടെയും 5 lakh മേടിച്ച് തിരിച്ചു കൊടുക്കുന്നത് 5,25,000 ആണ് എങ്കിൽ ആ 25,000 എന്ന് പറയുന്നത് പ്രീമിയാണ്. ആ പ്രീമിയത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിനെ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഇതിൽ പൈസ ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ P&L അക്കൗണ്ടിനെയോ റിസർവിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ സെയിം ആസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ കണ്ട സെയിം പോയിന്റ് ആണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത്രയൊക്കെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അതിന്റെ എൻട്രിയിലോട്ടൊക്കെ പോകണമെങ്കിൽ മുമ്പ് അറിയേണ്ട ഒരു ഇൻട്രി ആണ് ഞാൻ പറഞ്ഞത്. സോ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് പഠിക്കാനുള്ളത്. സോ അതിലോട്ട് വരുന്ന എൻട്രീസ് നമുക്ക് ആദ്യം പഠിക്കാം. സോ മൂവിംഗ് ടു ജേണൽ എൻട്രീസ്. നെക്സ്റ്റ് നമുക്കിപ്പോൾ ജേണൽ എൻട്രിയിലോട്ട് പോവാം. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ എന്താണ് ജേണൽ എൻട്രീസ്? സോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആണെങ്കിൽ അതിനെ ആദ്യം ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കണം, എന്നിട്ട് മാത്രമേ റിഡംഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അതാണ് ഫസ്റ്റ് എൻട്രി ആയിട്ട് ഇവിടെ വരുന്നത്. ഇഫ് ദേ ആർ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കണം. സോ എന്തൊക്കെയാണ് എൻട്രി വരിക? നമ്പർ 1 പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടഡ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ അതിനെ ഫൈനൽ കോൾ എമൗണ്ട് ഫൈനൽ കോൾ വിളിച്ച് ആ പൈസ മേടിക്കണം. നെക്സ്റ്റ് വരുന്നത് ബാങ്ക് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ആദ്യം തന്നെ കോൾ മണി ഡ്യൂ ആയി, പിന്നെ പൈസ കിട്ടി. പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ. അപ്പോൾ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ മാത്രം ഈ 2 എൻട്രി ആദ്യം എഴുതണം. സോ അതിനുശേഷം
ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ 3 രീതിയിൽ നമുക്ക് ഷെയർ ഇഷ്യൂ നടത്താൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് എൻട്രി ആയിട്ട് എഴുതാനുള്ളത്. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂ നടത്തുന്നത് പാറിലാണെങ്കിൽ എന്താണ് എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ. ഇനി നമ്പർ 2, പ്രീമിയത്തിലാണ് നമ്മൾ ഷെയർ ഇഷ്യൂ നടത്തുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. മൂവിംഗ് ടു നമ്പർ 3, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. സോ ഈ പറഞ്ഞിട്ടുള്ള എൻട്രീസ് നിങ്ങൾ സെക്കൻഡ് സെമിസ്റ്ററിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനിയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന്റെ എൻട്രിയിലോട്ട് നമുക്ക് കടക്കാനുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് റിഡംഷന്റെ എൻട്രിയിലോട്ട് പോവാം. നമ്മൾ ഇപ്പോൾ കണ്ടത് എന്താണ്? പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആകണം. ദെൻ ഫ്രഷ് ഇഷ്യൂ നടത്തി ഫണ്ട് റേസ് ചെയ്യുന്ന എൻട്രീസ് ആണ് ഇപ്പോൾ കണ്ടത്. സോ നെക്സ്റ്റ് എൻട്രീസ് റിഡംഷന്റെ എൻട്രീസിലോട്ട് പോവാം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് റിഡംഷന്റെ എൻട്രീസിലോട്ട് പോവാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറിലാവാം റിഡംഷൻ അല്ലെങ്കിൽ പ്രീമിയത്തിലാവാം. സോ എന്താണ് എൻട്രീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്പർ 1, when redemption is at par. പാറിലാണെങ്കിൽ ഡ്യൂ എൻട്രി redeemable preference share capital account debtor to preference shareholders. അതാണ് ഡ്യൂ എൻട്രി ആയിട്ട് വരുന്നത്. സോ പാറിലാണെങ്കിൽ redeemable preference share capital account debtor to preference shareholders account. Then next payment entry preference shareholders account debtor to bank. Okay. So due entry, payment entry. Moving to number 2, when redemption is at premium. പ്രീമിയത്തിലാണ് നമ്മൾ റിഡംഷൻ നടത്തണമെങ്കിൽ തിരിച്ചു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ നമ്മൾ 5 lakh rupees മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നത് 5,25,000. ദാറ്റ് മീൻസ് പ്രീമിയത്തിലാണ് എങ്കിൽ ആ പ്രീമിയം എമൗണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിന് സെക്യൂരിറ്റി പ്രീമിയത്തിനോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഇല്ലെങ്കിൽ മാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാം. സോ അതാണ് ആദ്യത്തെ എൻട്രി ആയിട്ട് വരുന്നത്. when redemption is at premium, security premium account debtor or P&L account debtor to premium on redemption of preference shares account. സോ എത്രയാണോ നമുക്ക് വേണ്ടേ ആ എമൗണ്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ P&L അക്കൗണ്ടിൽ നിന്നോ എടുത്തിട്ട് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ടിലോട്ട് മാറ്റണം. ഓക്കെ. മാറ്റി അതിനുശേഷം ഡ്യൂ എൻട്രി ആണ്. പ്രീമിയത്തിലാണ് നമ്മൾ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഡ്യൂ എൻട്രി ആയിട്ട് വരുന്നത് redeemable preference share capital account debtor premium on redemption of preference shares account debtor to preference shareholders. അപ്പോൾ എന്താണ് വ്യത്യാസം? ഇവിടെ പാറിലായപ്പോ redeemable preference share capital account debtor to preference shareholders account. then പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ premium on redemption of preference shares accountനെ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ബെനിഫിറ്റ് ആണ്, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പ്രീമിയം തിരിച്ചു കൊടുക്കുന്ന പ്രീമിയത്തിലാവുമ്പോഴാണ് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നത്, ബിക്കോസ് നമുക്ക് നഷ്ടമാണ്. സോ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിനെ ഡെബിറ്റ് ചെയ്തു ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദെൻ ലാസ്റ്റ് പേയ്മെന്റ് എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. ക്ലിയർ? സോ ഇതാണ് പ്രീമിയം ഓൺ റിഡംഷൻ നടത്തുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന് നമുക്ക് 3 മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യാം. ഫ്രഷ് ഇഷ്യൂ, പ്രോഫിറ്റ്, പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്, പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രഷ് ഇഷ്യൂവിൽ വരുന്ന ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ പഠിച്ചത്. സോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എല്ലാവരും ഈ പറഞ്ഞ കൺസെപ്റ്റും ഈ ജേർണൽ എൻട്രീസും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാരിറ്റിയും ഞാൻ ഉടനടി തന്നെ തരുന്നതായിരിക്കും. ദെൻ എല്ലാവരും നോട്ട്ബുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. സോ മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.